എൻ്റെ പേര് വിനായക് വിജയ്. ഞാൻ ആർക്കിടെക്റ്റാണ്. കോക്സ് ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സ് എന്ന ഫേമിൻ്റെ CEO ആണ്. അപ്പോൾ നമ്മൾ സൗത്ത് കേരള ബേസ് ചെയ്താണ് ഇപ്പോൾ പ്രോജക്ട്സ് ചെയ്യാറ്. റെനോവേഷൻ പ്രോജക്ട്സ്, റെസിഡൻഷ്യൽ പ്രോജക്ട്സ്, എല്ലാ വിവിധ പ്രോജക്ട്സും ചെയ്യാറുണ്ട്. ട്രോപ്പിക്കൽ സ്റ്റൈലാണ് കൂടുതലും ഫോക്കസ് ചെയ്യാറ്. കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷനാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനെക്കാട്ടിലും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷനാണ്. നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് 35-year-old ഒരു പഴയ ഒരു വീടിൻ്റെ റെനോവേഷൻ പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ റെസിഡൻസ് ആണ്. അപ്പം ആക്ച്വലി ഇതിൻ്റെ റിക്വയർമെൻറ്റ് വന്നിട്ട് മേളിൽ ഇപ്പോൾ താഴെ എക്സിസ്റ്റിംഗ് ആയിട്ട് 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പം മുകളിലേക്ക് 2 ബെഡ്റൂം എക്സ്റ്റെൻഡ് ചെയ്യുക എന്നൊരു ഐഡിയ ആയിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ 35 വർഷം പഴക്കം ഉണ്ട് എന്നുള്ളത് ഒരു ചലഞ്ചായിരുന്നു. അപ്പോൾ മുകളിലേക്ക് എടുത്തപ്പോൾ നമുക്ക് താഴെയുള്ളതിനെക്കാട്ടിലും വലിയ ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സും പിന്നെ എലിവേഷൻ ചേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ആയിരുന്നു വന്നത്. ഈ ഓൾഡ് റെസിഡൻസ് റെനോവേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പഴയ സ്ട്രക്ചർ നമ്മൾ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്ലാസ്റ്ററിങ്, അതേപോലെ സ്ട്രക്ചറിൻ്റെ ബലം, ഫൗണ്ടേഷൻ എന്നൊക്കെ നോക്കുമ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു റെനോവേഷൻ പ്രോജക്റ്റിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് മുന്നോട്ട് പോയത്. പിന്നെ ഒരു പഴയ വീടെന്നുള്ള രീതിയിൽ നമ്മളുടെ ഫാമിലിയിലെ ഒരു പഴയ ഫാമിലി വീടെന്നുള്ള രീതിയിൽ നമുക്കത് ഫുൾ ഡെമോളിഷ് ചെയ്തിട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റെനോവേഷനിലേക്ക് മൂവ് ചെയ്തത്. പഴയ വീട് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളെ മോഡേൺ ട്രോപ്പിക്കൽ ആർക്കിടെക്ചറിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വരുന്ന രീതിയിലാണ് പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. മിനി കോർട്ട്യാർഡ്സ് ആയാലും, ഈ പറഞ്ഞ പോലെ ഓപ്പൺ സ്പേസ് ആയാലും, ഇൻഡോർ പ്ലാന്റ്സ് ആയാലും, ഒരുപാട് ഗ്രീൻ സ്പേസസും ഒരുപാട് ഓപ്പൺ സ്പേസസും വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പഴയ വീടിൻ്റെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയും പുതിയ വീടിൻ്റെ എല്ലാ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും എല്ലാ സൗകര്യങ്ങളും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണ്. പഴയ അടുപ്പുള്ള വീട് കിച്ചൺ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പുതിയ മോഡുലാർ കിച്ചൺ ആക്കി. പിന്നെ ചെറിയ ചെറിയ റൂംസ് എല്ലാം നമ്മൾ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല ബേ വിൻഡോസൊക്കെ കൊടുത്തു. അങ്ങനെയുള്ള സ്പേസ് കൺസ്ട്രെയിൻസ് ചെയ്തു. പിന്നെ ഏറ്റവും ചെറിയ റൂംസ് നമ്മൾ കിഡ്സ് ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ ഡൈനിങ് സ്പേസ് ആയാൽ തന്നെയും വളരെ ചെറിയ ഡൈനിങ് ടേബിൾ, 6 സീറ്റർ ഡൈനിങ് ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലാം ഫർണിച്ചർ എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് 2 ബെഡ്റൂം, ഒരു ഫാമിലി ലിവിങ്, ഒരു ഓഫീസ് സ്പേസ്, പിന്നെ ഒരു ഓപ്പൺ ടെറസ്, അങ്ങനെയുള്ള ചെറിയ സ്പേസസ് ആണ്. റെനോവേഷൻ പ്രോജക്റ്റിൽ നമ്മൾ താഴത്തെ ആദ്യം എക്സിസ്റ്റിംഗ് ഫ്ലോറിൽ 900 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് 2400 സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ താഴെ നിർത്തിയേ നമ്മൾ ചേഞ്ചസ് വരുത്തിയത്. ടൈലിംഗ്, ഫ്ലോറിംഗ് ഫുള്ള് മാറ്റേണ്ടി വന്നു.
പിന്നെ പെയിൻറ്റിങ് അത് ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇലക്ട്രിക്കൽ വയർ ലൈറ്റ്സ് അങ്ങനെയുള്ളതൊക്കെയാണ് ചേഞ്ച് ചെയ്തത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത് വെൻറ്റിലേഷൻസും ലൈറ്റിങ്ങും ആണ്. നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ വൈസ് ഇത് നോക്കുമ്പോൾ വാക്ക് ത്രൂസിലൂടെ കാണാൻ കഴിയും. ഈ പുറയിൽ കാണുന്ന ഈ വെൻറ്റിലേഷൻസ് ആയാലും നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മോർണിംഗ് ഒരു 6 വൈകിട്ട് ഒരു 6 മണി വരെ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ലൈറ്റ് ആയാലും വിൻഡിൻ്റെ ഫാൻ അതുപോലുള്ള ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നീ ബാക്കിൽ കൊടുത്തിരിക്കുന്ന പൂളാണെങ്കിൽ തന്നെയും ഇതിൽ ആ ഒരു വീടിനകത്തൊരു കൂളിംഗ് എഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതായത് സമ്മർ സീസണൊക്കെ ആകുമ്പോഴത്തേനും വാട്ടർ ഇവാപ്പറേഷൻ വഴി നമുക്ക് വീട്ടിനകത്തൊരു കൂളിംഗ് എഫക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ഈ വീട്ടിൽ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആ ഒരു കൂൾനെസ്സും അറ്റ്മോസ്ഫിയർ. പിന്നെ മുകളിലേക്ക് ചെല്ലുമ്പോൾ തന്നെയും പൊതുവേ ഫസ്റ്റ് ഫ്ലോറിൽ എപ്പോഴും ഭയങ്കര ചൂടും ഒക്കെ ആയിരിക്കും. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ലോക്കൽ വിൻഡ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ വിൻഡ് ചാനൽ നോക്കിയിട്ടാണ് വെൻറ്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് വലിയ ഡോർസും വലിയ വിൻഡോസും അലുമിനിയം വിൻഡോസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം ഈ സൈറ്റ് പൊതുവെ 22 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം ഇപ്പോൾ ചുറ്റുപാടൊക്കെ ഒരുപാട് നല്ല സ്പേസസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വ്യൂ കൊടുക്കാനും ഒരുപാട് ഗ്രീൻ സ്പേസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഗ്രീൻ സ്പേസസ് നോക്കിയിട്ടാണ് നമ്മൾ വെൻറ്റിലേഷൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ബാൽക്കണിയിലോട്ട് ഇറങ്ങാനാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി 10 ഫീറ്റിൻ്റെ സ്ലൈഡിങ് ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ ബാൽക്കണി ആക്സസ് കൊടുക്കാൻ വേണ്ടിയാണ്. നോർമലി നമ്മൾ സാധാ ഡോർസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാൽക്കണീസ് അധികം യൂസ് ചെയ്യില്ല. ഇതിപ്പം കൺവേർട്ടബിളായിട്ട് ബാൽക്കണിയും റൂമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. പിന്നെ സസ്പെൻഡഡ് ബാൽക്കണീസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി സ്പേസസും ഇതിനകത്ത് യൂസേഴ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് യൂസ് ചെയ്ത് പോകും എന്നുള്ള രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലിവേഷൻ വൈസ് ആണെങ്കിലും ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള വീടായതുകൊണ്ട് തന്നെ കാറ്റ് നല്ലതായിട്ട് വീട്ടിനുള്ളിൽ കയറാൻ വേണ്ടിയാണ് നമ്മൾ ആ ജാളി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് സ്ക്വയർ ജാളീസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റൂംസിനകത്തുനിന്ന് പുറത്തോട്ട് കാണുന്ന വ്യൂസ് ആയാലും നമുക്കൊരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും ഓപ്പൺ സ്പേസസ് കൊടുത്തിരിക്കുന്നത്.